ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 5 ഈസി ആയിട്ടുള്ള സ്റ്റെപ്സാണ്. ആദ്യം തന്നെ പറയുന്നത്, നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക. എന്തിനാണ് നിങ്ങളുടെ എക്സിനെ നിങ്ങൾ തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവരുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആൻസറുകൾ കിട്ടും. ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ്. അപ്പോൾ വീണ്ടും ചോദിക്കുക, അപ്പോൾ ഇപ്പോൾ എന്താണ് ഇഷ്യൂ ഉണ്ടായത്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ക്ലാരിറ്റി മനസ്സിലോട്ട് വരും. എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ എന്തിനാ തിരിച്ചു കൊണ്ടുവരുന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. എനിക്ക് സപ്പോർട്ടിനൊരാൾ വേണം, എന്നെ കെയർ ചെയ്യണം, എന്നെ സ്നേഹിക്കണം, എനിക്ക് തിരിച്ചങ്ങോട്ട് സ്നേഹിക്കണം, എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരാൾ വേണം, എനിക്ക് ആളുടെ എനർജി കിട്ടണം, എനിക്ക് ആളുടെ മോട്ടിവേഷൻ കിട്ടണം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അല്ലേ? അങ്ങനെ ആ എക്സ് തിരിച്ചു വന്നാൽ എങ്ങനെയായിരിക്കും, എക്സിനെ എന്തിനാണ് തിരിച്ചു കൊണ്ടുവരുന്നത് എന്നീ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് ഒരു പേപ്പറിലോ പുസ്തകത്തിലോ എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈസി അല്ലേ? ചിലവൊന്നുമില്ലാത്ത കാര്യമാണ്, എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ ഫ്രീ ആകുന്ന സമയത്ത് സമയമെടുത്തുകൊണ്ട് ഈ കാര്യം ചെയ്യുക. അതിനുശേഷം രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ്. ഇപ്പോൾ പറഞ്ഞതും സ്ക്രിപ്റ്റിംഗ് തന്നെയാണ്. ഈ 2 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതോട് കൂടിയിട്ട് അതവിടെ കഴിഞ്ഞു. രണ്ടാമത്തെ സെപ്പറേറ്റ് സ്ക്രിപ്റ്റിംഗ് ആണ്. അതിൽ മെയിനായിട്ട് വരുന്നത്, നിങ്ങൾ ആ എക്സ് തിരിച്ച് ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന 1-2 മൊമെൻറ്റ്, ഒരുപാട് വേണ്ട, 1-2 മൊമെൻറ്റ് മാത്രം ഒന്ന് ഡീറ്റെയിൽഡായിട്ട് എഴുതുക. അതിൽ നിന്ന് തന്നെ എടുത്താലും മതി. എന്നിട്ട് അത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം. ഓക്കെ, ആദ്യം നമ്മൾ എഴുതുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരുപാടുണ്ടാവാം ചിലപ്പോൾ. പക്ഷെ അതിൽ നിന്ന് 1-2 സിറ്റുവേഷൻസ് മാത്രം പിക്ക് ചെയ്ത് അത് ഡെയിലി എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് എഴുതണം. അങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഫീലോട് കൂടിയിട്ട് ആ സ്ക്രിപ്റ്റിംഗ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഹൈ ആവും. മാത്രമല്ല, നമ്മുടെ തോട്ട് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നടക്കും. എഴുത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ തോട്ട് പ്രോസസ്സ് നടക്കുന്നത്. അതുവഴി മറ്റൊരു വ്യക്തിയുടെ മനസ്സിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ അതാണ് രണ്ടാമത്തെ കാര്യം, സ്ക്രിപ്റ്റിംഗ്. അത് ഡെയിലി ചെയ്യുക, ഒരു 2 സിറ്റുവേഷൻസ് എടുത്തിട്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഡിവോഴ്സ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും ഇത് ചെയ്യുക. പ്രണയിക്കുന്ന ആളുകളാണെങ്കിൽ ബ്രേക്കപ്പ് എന്ന് പറയും, കല്യാണം കഴിച്ച ആളുകളാണെങ്കിൽ അത് ഡിവോഴ്സ് സിറ്റുവേഷൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഹീലിംഗ് പരിപാടി ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും സെൽഫായിട്ട് ഹീൽ ചെയ്യാനുള്ള പവറൊക്കെ ഉണ്ട്, നമുക്കതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ചെറിയൊരു പവർഫുൾ ഹീലിംഗ് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ 2 പേരുടെയും ഫോട്ടോ, ഒന്നിച്ചുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ വേണം. ഇനി ഒന്നിച്ചില്ല എങ്കിൽ ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ദുരുപയോഗം ചെയ്യരുത്. ഒന്നിച്ചുള്ള ഫോട്ടോ ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫോട്ടോഷോപ്പോ നിങ്ങൾക്ക് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് നിങ്ങൾ ആ ഫോട്ടോ എവിടെയെങ്കിലും വെക്കുകയോ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് വെക്കുക. എന്നിട്ട് അതിലോട്ട് നോക്കിക്കൊണ്ട് നമ്മുടെ ഈ കൈകളിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പിടിച്ചുകൊണ്ട് ആ ഫോട്ടോക്ക് നേരെ പിടിക്കുക. അതിനുശേഷം ഞാൻ പറയാൻ പോകുന്ന, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പിടിക്കാൻ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഈ കൈകളിലൂടെ എനർജി പാസ് ചെയ്യും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഹീലിംഗ് മെത്തേഡ്സ് പഠിക്കാം. പവർ യുഗി എന്ന് പറയുന്ന കോഴ്സുണ്ട്. തേർഡ് ഐനെ കുറിച്ച് പഠിക്കാം. അതുപോലെ എനർജി സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ 7 ഊർജ്ജ കേന്ദ്രങ്ങളെക്കുറിച്ച് പഠിക്കാം. ഡീറ്റെയിൽഡ് കോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ ആ ടോപ്പിക്കിലോട്ട് പോകുന്നില്ല. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ കൈകൾ ഓപ്പൺ ചെയ്ത് പിടിക്കുന്നു. ആ ഫോട്ടോക്ക് നേരെ ഫോട്ടോയിലോട്ട് നോക്കിക്കൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ കൂടി പറയാം. ഒന്നാമതായിട്ട് പറയുന്നത് ഐ എം സോറി, രണ്ടാമത് പ്ലീസ് ഫോർഗീവ് മീ, മൂന്നാമത് ഐ ലവ് യു, നാലാമത് താങ്ക് യു. ഓക്കെ,
ഒന്നുകൂടി പറയാം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഈ 4 വേർഡ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് കുറച്ചു നേരം, ഒരു 3 minutes ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്. ഇത് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നൈറ്റാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു 3 to 5 minutesോളം ഡെയിലി ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ഒരു ബ്രേക്കപ്പിനെ തടയാൻ, ആ ഒരു ഡിവോഴ്സിനെ തടയാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി ഓൾറെഡി ബ്രേക്കപ്പ് പറഞ്ഞ് പോയ ആളുകളാണെങ്കിലും തിരിച്ചു വരാൻ, അവരുടെ മനസ്സ് ശാന്തമാകാൻ, നിങ്ങളോട് താല്പര്യം തോന്നാനൊക്കെ ഇത് ചെയ്താൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. സോ ഇതാണ് 3ാമത്തെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. 4ാമതായിട്ട് പറയുന്നത് ചലഞ്ച് യുവർ ഡൗട്ട്സ് എന്നുള്ള ഒരു പവർഫുൾ ടെക്നിക്കാണ്. സാധാരണ നമുക്ക് ഇത്തരം ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഒരുപാട് തോട്ട്സുകൾ ഉണ്ടാവും. അവൾ എന്നെ വിട്ടു പോകേണ്ട സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ ചിന്തിക്കും. വിട്ടുപോയ ആളുകളാണെങ്കിൽ എന്ത് ചിന്തിക്കും? ഇനി ഒരിക്കലും തിരിച്ചു വരില്ല, അവൾ പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് തോട്ട്സുകൾ നമ്മുടെ മനസ്സിലൂടെ പോകുന്നുണ്ടാവും. ഇനി റെഡിയാവുമെന്ന് തോന്നുന്നില്ല, അവൾ പറഞ്ഞു, അവളുടെ കൂട്ടുകാരി പറഞ്ഞു, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും കാട് കയറിയിട്ട്. ഓവർ തിങ്കിങ് ചെയ്ത് നമ്മളത് സബ് കോൺഷ്യസ്ലി ആ ഒരു തോട്ട് ചെന്നെത്തും. അത് പിന്നെ സംശയമായിട്ട് മാറും അല്ലേ? അപ്പോൾ ആ ഡൗട്ട്സിനെ എല്ലാം ചലഞ്ച് ചെയ്യുക എന്ന് പറയുന്ന ടെക്നിക്കാണ് ഇനി പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലൂടെ വരുന്ന ഓരോ തോട്ടുകൾ അനലൈസ് ചെയ്യുക, അത് ഓരോന്നായിട്ട് എഴുതുക. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി പറയാം. അവളിനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒരു ചിന്ത എഴുതി, അവളിനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. 2ാമത്തത്, അവളുടെ കൂട്ടുകാരെല്ലാം പറഞ്ഞു അവൾ ഇനി ഒരിക്കലും മാറത്തില്ല, നിന്നെ വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ള ഒരു തോട്ടാണെന്ന് വിചാരിക്കും. അത് എഴുതുന്നു. അങ്ങനെ 1 by 1 ആയിട്ട് നെഗറ്റീവ് തോട്ട്സുകളെല്ലാം എഴുതുന്നു. എന്നിട്ട് ഈ ചിന്തയെ നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റി ഓപ്പോസിറ്റ് ആക്കിയിട്ട് എഴുതുക, പോസിറ്റീവ് ആക്കി എഴുതണം. ഇപ്പോൾ അവൾ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവളുടെ സുഹൃത്തുക്കളെല്ലാം എന്നോട് പറയുന്നു അവളുടെ മനസ്സ് മാറി വരും എന്ന്. അപ്പോൾ അങ്ങനെ അതിനെ പോസിറ്റീവാക്കി, ആദ്യം പറഞ്ഞ നെഗറ്റീവിനെ അങ്ങനെ ഈ പോസിറ്റീവാക്കി മാറ്റി എഴുതിയതിന് ശേഷം നെഗറ്റീവായിട്ടുള്ളത് കീറിക്കളയുക. ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമുണ്ടല്ലോ, അത് ഡെയിലി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക മനസ്സിൽ. അത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ബൈഹാർട്ട് ചെയ്തിട്ട് എല്ലാ ദിവസവും രാവിലെ എണീക്കുന്ന സമയത്ത് അത് മനസ്സിൽ കുറച്ച് നേരം ഇങ്ങനെ പറഞ്ഞിട്ട് എണീക്കുക. ആദ്യം തന്നെ അത് ചെയ്യുക. ബൈഹാർട്ട് ചെയ്യുക. എഴുതിയതിനു ശേഷം ആ ബൈഹാർട്ട് ചെയ്ത സംഭവങ്ങൾ ഒരു ദിവസം ഒരു 3 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ട് പറയുക രാവിലെ എണീറ്റ ഉടനെ. ഇപ്പോൾ ഒരു 10 കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഓരോ സെൻറ്റൻസും 3 തവണ റിപ്പീറ്റ് ചെയ്ത് പറയാം. 3 or 5 തവണയൊക്കെ പറയാം, നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് ചെയ്യാം. മിനിമം 3 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയുക. അങ്ങനെ നമുക്ക് ആ ഡൗട്ട്സുകളെയൊക്കെ ചലഞ്ച് ചെയ്ത് മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള തോട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി 5ാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പ്രാക്ടീസ് ലവ് അഫർമേഷൻസ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ധാരാളം ലവ് അഫർമേഷൻസ് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫീലിങ്സും കണക്റ്റഡും ആകുന്ന ഒരു 10 തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ 10 അഫർമേഷൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ, ഇംഗ്ലീഷ് അത്ര വശമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയിട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം കിട്ടും. മലയാളത്തിൽ നിങ്ങൾ ഉപയോഗിച്ചാലും മതി, എന്നാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ലവ് അഫർമേഷൻസ് മിനിമം ഒരു 10 ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഞാൻ എടുത്തു പറയുന്നത്, ഇപ്പോൾ ഇത് ഇങ്ങനെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരുപാട് സംശയങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ എക്സ്ബാക്കിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട് നമുക്ക്. ലവ് മാസ്റ്ററി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രയാസമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് വരാം. അതിലാകുമ്പോൾ നിങ്ങൾക്ക് 21 ദിവസം തുടർച്ചയായിട്ട് മോർണിംഗിലും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പും കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പേഴ്സണലി നിങ്ങളെ വാട്സപ്പിലൂടെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ തന്നെ ഗൈഡൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളത് പ്രോപ്പറായിട്ട് മോർണിംഗും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പും ചെയ്യുകയാണെങ്കിൽ 21 days ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് സമയമുള്ള ആളുകൾ ഒരു 15 മിനിറ്റെങ്കിലും ഡെയിലി രാവിലെയും രാത്രിയും മാറ്റിവെക്കാനുണ്ടെങ്കിൽ മാത്രം ആ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ലവ് മാസ്റ്ററി എന്നുള്ളതാണ് ആ കോഴ്സിൻ്റെ പേര്. കോഴ്സ് എന്നതിനേക്കാൾ ഉപരി അതൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട്
ആ ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാനും മിസ്സിങ് ഉണ്ടാക്കാനും നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാക്കാനും ഒക്കെ നിങ്ങളുടെ തന്നെ തോട്ട് പ്രോസസ്സ് വഴി നമുക്ക് പോസിബിളാണ്. അപ്പോൾ അതിലെ ലവ് അഫർമേഷൻസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ്. ചെറിയൊരു പേയ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ കൂടി നിങ്ങളുടെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് സപ്പോർട്ട് ചോദിക്കാവുന്നതാണ്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.